ഒരാൾക്ക് നിങ്ങളോട് അസൂയ തോന്നിപ്പിച്ച നിങ്ങളിലെ 3 കാര്യങ്ങളിലെ ഒന്നാമത്തേത്, നിങ്ങൾ എപ്പോഴും സന്തോഷിക്കുന്നത്. നിങ്ങൾക്ക് മാത്രം ഒരു സങ്കടങ്ങളും പ്രശ്നങ്ങളും ഇല്ലേ എന്നാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങളുടെ അവസ്ഥകൾ നന്നായി അറിയാവുന്നവരായിരിക്കും ഇക്കൂട്ടർ. എന്നിരുന്നാലും നിങ്ങൾക്ക് എങ്ങനെ ഇത്രയും സന്തോഷിക്കുവാൻ കഴിയുന്നു എന്നാണ് അവരുടെ സംശയവും സങ്കടവും. നിങ്ങളുടെ സന്തോഷങ്ങൾ അവർക്ക് നിങ്ങളോട് ഒരു കാരണവുമില്ലാതെ വെറുപ്പുണ്ടാക്കാനും നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കാനും ഒരു കാരണമാകുന്നു. നിങ്ങളോട് അസൂയ തോന്നിപ്പിക്കുന്ന രണ്ടാമത്തെ കാരണം നിങ്ങളുടെ കഴിവും ജീവിത രീതിയും. ഒരു പക്ഷേ നിങ്ങളെക്കാൾ കഴിവുള്ളവർ ആയിരിക്കും നിങ്ങളോട് അസൂയപ്പെടുന്ന കൂടുതൽ ആളുകളും. അതുതന്നെയാണ് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതും. കാരണം സ്വന്തം ജീവിതത്തിൽ എത്ര കഴിവും വിജയവും ഉണ്ടെങ്കിലും അവർക്ക് സന്തോഷം ലഭിക്കുന്നില്ല. അവരോട് അടുപ്പമുള്ള നിങ്ങളുടെ കഴിവ് തന്നെ അതിന് കാരണം. അവർ പേടിക്കുന്നത് എൻ്റെ കഴിവിനൊപ്പം എത്തുമോ, അതിന് മുകളിലോ നിങ്ങൾ എത്തി വിജയിക്കുമോ എന്നാണ് നിങ്ങളോട് ഏറ്റവും അടുപ്പമുള്ള അസൂയക്കാരൻ്റെ ടെൻഷൻ. ഇനിയും മൂന്നാമത്തെ കാരണമാണ്, എത്ര ശ്രമിച്ചിട്ടും നിങ്ങളെപ്പോലെ അവർക്കും ജീവിക്കാൻ കഴിയാത്തത്. ഒരു പക്ഷേ അവർക്ക് സാഹചര്യങ്ങൾ എല്ലാം തന്നെ അനുകൂലമാണെങ്കിൽ കൂടി എത്ര ശ്രമിച്ചിട്ടും നിങ്ങളുടെ ലെവലിൽ എത്താൻ അവർക്ക് കഴിയുന്നില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങൾ ആരെയും നോക്കാതെ നിങ്ങളുടെ ഇഷ്ടങ്ങളിലൂടെ ജീവിക്കാൻ ശ്രമിക്കുന്നു. അവർ നിങ്ങളെ തോൽപ്പിക്കാനായി നിങ്ങൾക്ക് മുകളിൽ എത്താൻ ശ്രമിക്കുന്നു. ഓരോ പ്രാവശ്യവും അവരുടെ ശ്രമങ്ങൾക്ക് ഒരു പടി മുന്നിൽ നിങ്ങളുടെ ജീവിതം നിൽക്കുന്നു. കാരണം നിങ്ങൾ ആരെയും അനുകരിക്കാൻ ശ്രമിക്കാത്തത് കൊണ്ടും നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ വ്യക്തമായ ലക്ഷ്യം ഉള്ളതുകൊണ്ടും. ജീവിതത്തിൽ സ്വയം വിജയിക്കാൻ ശ്രമിക്കുന്നവർക്ക് മാത്രമേ ചുറ്റും അസൂയാലുക്കൾ ഉണ്ടാകുകയുള്ളൂ. അറിഞ്ഞിരിക്കുക, നിങ്ങളോട് ഏറ്റവും കൂടുതൽ അസൂയ ഉള്ളവർ നിങ്ങളോട് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളവർ തന്നെ ആയിരിക്കും. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക, ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാൻ കഴിയുക, മറ്റാർക്കും ദോഷമില്ലാതെ. ഇതുതന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷവും. അതിന് കഴിയാത്തവർക്കാണ് മറ്റുള്ളവരോട് അസൂയ ഉണ്ടാകുന്നത്. ആരെയും നോക്കാതെ സ്വന്തം ഇഷ്ടങ്ങളിലൂടെ മുന്നോട്ട്. നിങ്ങളുടെ സ്വന്തം മൗനസഞ്ചാരി.